കൈത്തക്കാലം 1-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 14, 7 മുതൽ 14 വരെ. വിചിന്തനം: വിനയഭാവവും നിസ്വാർത്ഥ ചിന്തയും വളർച്ചയ്ക്ക് നിദാനം. ഈയിടെ മനോരമ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നുവരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വാർത്ത ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗത്തെ ചുറ്റിപ്പറ്റിയാണ്. വാർത്തയുടെ തലക്കെട്ട് ഇതായിരുന്നു: ചെറിയ കുളത്തിലെ വലിയ മത്സ്യം. ഈ തലക്കെട്ടിലായിരുന്നു ആ വാർത്ത വന്നത്. ആദ്യമായിട്ട് അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ഈഗോയെ വളരെയേറെ ബൂസ്റ്റ് ചെയ്തു. താൻ വലിയ കേമനാണെന്നും മറ്റുള്ളവരെക്കാൾ പ്രശസ്തനായി കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നുവരാൻ ഈ തിരഞ്ഞെടുപ്പ് ഉപകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷേമതരവും അദ്ദേഹത്തിന്റെ വലുപ്പവും സ്വന്തം കുടുംബാംഗങ്ങളെ പോലും ഒന്ന് ബോധ്യപ്പെടുത്തണം, അത് തന്റെ പ്രതിച്ഛായയ്ക്ക് അവരുടെ ഇടയിൽ മാറ്റുകൂട്ടും എന്നൊരു ചിന്തയാണ് ആ മനുഷ്യനിൽ പൊങ്ങി വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങളെ മുഴുവനും ഒന്നിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗമാകാൻ ഇടവരുന്ന പാർലമെന്റ് ഹൌസും പരിസരങ്ങളും ഒക്കെ അവരും കൂടി ഒന്ന് കാണിച്ചു കൊടുത്ത് തന്റെ പ്രൗഢിയും പ്രതാപവും അവരുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഒരു യാത്ര സംഘടിപ്പിച്ചു. കുടുംബാംഗങ്ങളോടൊപ്പം ലണ്ടൻ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ്മിൻസ്റ്റർ ആബി രഥോഹരമായ ഒരു മണിമന്ദിരമാണത്. ബ്രഹ്മാണ്ഡമായ മണിമന്ദിരം വാസ്തുശില്പകലയിൽ എക്കാലവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിർമ്മാണമാണ്. അതിന്റെ അകത്തളങ്ങളിലേക്ക് ഇദ്ദേഹം തന്റെ കുടുംബാംഗങ്ങളെ ആനയിച്ചു. ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങുകയാണ്. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോ തന്റെ ഇളയ മകൾ, 8 വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ മകൾ, അതിന്റെ ഉള്ളിൽ കണ്ട ചില ദൃശ്യങ്ങൾ കണ്ട് വിസ്മയം പൂണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. താനൊരു മായാലോകത്തിലാണല്ലോ നിൽക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് ആ 8 വയസ്സുകാരി ആ വെസ്റ്റ്മിൻസ്റ്റർ ആബിയില് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. പിതാവ് തന്റെ കൊച്ചുമകള് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു എന്ന് കണ്ടപ്പോ പിതാവ് തന്നെ തിരികെ വന്ന് കൊച്ചുമകളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്: എന്റെ പുന്നാര മോള് എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ, അന്തം വിട്ട് നിൽക്കണത് എന്ന് കൗതുകത്തോടുകൂടി പിതാവ് മകളോട് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം എന്ന വിധത്തില് ആ കുട്ടി ശിശുസഹജമായ നൈർമല്യത്തോടുകൂടെ അപ്പച്ചനോട് ഉത്തരം പറയുകയാണ്: ഡാഡി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ ഡാഡി എന്റെ വീട്ടിൽ വലിയ കേമനായിരുന്നു, വലിയ പ്രതാപവാൻ, വലിയ മനുഷ്യൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഡാഡി ഇവിടെ എത്രയോ നിസാരൻ, എത്രയോ ചെറിയവൻ എന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള അഭിപ്രായ പ്രകടനം ആ കുട്ടിയിൽ നിന്ന്, തന്റെ ഇളയ മകളായിട്ടുള്ള ആ കുട്ടിയിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചില്ല. ഈ കുട്ടിയുടെ നിഷ്കളമായ ഈ അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വളരെയധികം സ്പർശിച്ചു. എന്റെ ഡാഡി എന്റെ വീട്ടിൽ വലിയ കേമനാ, പക്ഷെ ഇവിടെ എത്രയോ നിസ്സാരനാണെന്ന് എനിക്ക് മനസ്സിലായി. ഡാഡി ഉദ്ദേശിച്ചത് ഇവിടെയും ഡാഡി വലിയ കേമനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഈ സംരംഭം കരിപ്പിടിപ്പിച്ചത് തന്നെ. ഈ കുട്ടി യാതൊന്നും വിചാരിക്കാതെ നിഷ്കളങ്കമായ അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ ഡാഡി ഇവിടെ എത്രയോ ചെറിയവനാണെന്ന്, എത്രയോ നിസ്സാരനാണെന്ന് അയാൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു, ചിന്താരീതിയിൽ വ്യതിയാനങ്ങൾ വന്നു. കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ കുട്ടിയുടെ നിഷ്കളങ്കമായ കമന്റ് സഹായിച്ചു എന്നാണ് പിന്നീടുള്ള ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം ചിന്തിച്ചു, ശരിയാണ്, ഞാൻ ചെറിയ കുളത്തിലെ വലിയ മീനായിട്ട് അഭിനയിച്ചു, പക്ഷേ വലിയ കുളത്തിലെ ചെറിയ മീനാണ് ഞാൻ എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ എത്രയോ നിസ്സാരൻ, മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ ചെറുപ്പം, ഞാൻ എത്രയോ നിസ്സാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന ബോധ്യത്തിലേക്ക് ഈ ഇളയ മകളുടെ കമന്റ് അദ്ദേഹത്തിനെ സഹായകമായി എന്നുള്ളതാണ് പിന്നീടുള്ള ചരിത്രം മനസ്സിലാക്കുന്നത്. ആ നാടിനും നാട്ടുകാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള
ഒരു നല്ല പാർലമെന്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹം പിന്നീട് പെരുമാറാൻ തന്റെ ഇളയ മകളുടെ ഈ കമന്റ് സഹായിച്ചു എന്നുള്ളതാണ് ആ വാർത്തയുടെ ബാക്കി പത്രം. ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ഇന്ന് സുവിശേഷമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ വളരെ വളരെ നമുക്ക് സഹായകമാകുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. യേശുക്രിസ്തു നമുക്കായിട്ട് ഇന്നത്തെ സുവിശേഷം എന്ന രീതിയിൽ തരികയാണ്. ഇന്ന് കൈത്തക്കാലം ആരംഭം കുറിക്കുന്ന ഇന്നേ ദിവസം സഭയുടെ മക്കളായ ഓരോരുത്തരും വളർന്നു വരുമ്പോ അവരുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകൾ എന്തായിരിക്കണം, അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, അവരുടെ ആഭിമുഖ്യം എന്തായിരിക്കണം എന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഈ സുവിശേഷ ഭാഗം സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, വിശുദ്ധ ലൂക്ക മാത്രമേ അത് നമ്മുടെ മുമ്പിൽ തനതായ രീതിയിൽ അവതരിപ്പിക്കുന്നുള്ളൂ. അതൊരു പക്ഷേ ലൂക്കയുടെ ഗവേഷണ ചാതുരിയോ സാഹിത്യ അഭിരുചിയോ അല്ലെങ്കിൽ ദൈവനിവേശിത പ്രക്രിയയുടെ ഭാഗമാണോ എന്തെങ്കിലും ആകട്ടെ, വിശുദ്ധ ലൂക്ക ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ ചിന്തയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. 7 വാക്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് എന്ന് വരികിലും ഈ സുവിശേഷം 3 നമുക്ക് ഭാഗിച്ചു നോക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ആദ്യത്തെ ഭാഗം ഒരു ആമുഖം എന്ന രീതിയിൽ നമുക്കത് ഭാഗിക്കാം. രണ്ടാമത്തെ ഭാഗം യേശു പറഞ്ഞ കഥ, ഒരു ഉപമ. മൂന്നാമത്തെ ഭാഗം യേശു നടത്തിയ ആധികാരികമായിട്ടുള്ള പഠനം. ഒന്നാമത്തെ ഭാഗമായ ആമുഖം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. യേശു ഓരോന്നും പഠിപ്പിക്കുന്നത് ഓരോ അവസരം പ്രമാണിച്ച് ആ അവസരം വിനിയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് യേശുവിന്റേത് എന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. യേശുവിനെയും കൂടെ ക്ഷണിച്ചിട്ടുള്ള ഒരു സദ്യ ആയിരിക്കണം അത്. ആ സദ്യയിൽ യേശു പങ്കെടുക്കുന്നുണ്ടാകണം. അങ്ങനെ യേശുവും കൂടി പങ്കെടുക്കുന്ന സദ്യയ്ക്ക് ഒരുപാട് ക്ഷണിതാക്കൾ വന്നിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവർ വന്നവരൊക്കെ പ്രമുഖ സ്ഥാനങ്ങൾ അവരുടേതാക്കാൻ വേണ്ടി ഉള്ള തിക്കും തിരക്കും യേശു നിരീക്ഷിച്ചു. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികള് പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കണ്ടപ്പോ ഇതാണ് ആമുഖം. ഇത് അവസരമായിട്ട് യേശു രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒരു കഥയിൽ കൂടിയാണ് യേശു കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. യേശുവിന്റെ രീതി അതാണ്. യേശു ആർട്ട് ഓഫ് ടീച്ചിങ്, പെഡഗോജി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാം. ക്രിസ്തുവിന്റെ പ്രബോധന രീതി ഒരു പ്രത്യേക രീതിയാണ്. വയലിന്റെ കരയിൽ യേശു ചെന്ന് നിന്നപ്പോ ശിഷ്യന്മാരും കൂടെ ഉണ്ടായപ്പോ യേശു വിതയ്ക്കുന്ന വിതക്കാരനെ കണ്ടപ്പോ ഇതാ വരുന്നു അനർഘമായിട്ടുള്ള പഠനങ്ങള്. ആ വിതക്കാരനെ നോക്കിക്കൊണ്ടാ യേശു പഠിപ്പിക്കണേ അവരെ. ഇതേ രീതിയില് ഈ സദ്യയില് സംബന്ധിക്കാൻ വേണ്ടി വന്ന ആളുകള് പ്രമുഖ സ്ഥാനങ്ങൾ തരപ്പെടുത്താൻ വേണ്ടി തിക്കും തിരക്കും കണ്ടപ്പോ ഇതാ വരുന്ന ഒരു കഥ. ഈ കഥയാണ് രണ്ടാമത്തെ ഭാഗം. ഈ കഥയിൽ 2 ഭാഗങ്ങൾ യേശു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിഥികൾക്കുള്ള ഉപദേശം, ആതിഥേയനുള്ള നിർദ്ദേശവും. എന്താ അതിഥികൾക്കുള്ള ഉപദേശം? നമ്മൾ അതിലേക്ക് കടന്നാൽ യേശു പറയുന്നു, യേശു പറഞ്ഞ കഥയില്, മക്കളെ, നിങ്ങളെ ആരെങ്കിലും ഒരു സദ്യക്കോ, നിങ്ങളെ ആരെങ്കിലും ഒരു വിരുന്നിനോ, നിങ്ങളെ ആരെങ്കിലും ഒരു സമ്മേളനത്തിനോ ക്ഷണിക്കുമ്പോ ആദ്യമായിട്ട് തന്നെ പ്രമുഖ സ്ഥാനത്ത് നിങ്ങൾ ചെന്ന് കുത്തിരിക്കരുത്. അത് നിങ്ങൾ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യപാത്രമാകാനേ ആ പ്രവർത്തനം ഉപകരിക്കുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെക്കാൾ വിശിഷ്ടമായിട്ടുള്ള അതിഥികളെയും ഒരു പക്ഷേ ആതിഥേയം ക്ഷണിച്ചുണ്ടായിരിക്കാം. അപ്പോ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇരിപ്പുറപ്പിച്ച ആ സ്ഥലം എഴുന്നേറ്റ് നിന്ന് ഈ പ്രമുഖനെ സ്ഥലം മാറിക്കൊടുക്കാൻ ഇടവരുന്ന ആ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യയായി, അവഹേളിതരായി, അത് നാണക്കേടാണ്. അത് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ വലിയവരാണ് എന്ന് ഒരിക്കൽ തന്നെ സ്വയമായിട്ട് ഞാൻ വലിയവനാണ് എന്ന് ധരിക്കരുത്. ഏതെങ്കിലും സമ്മേളനത്തിലോ ഏതെങ്കിലും സദ്യക്കോ ഏതെങ്കിലും പരിപാടിക്കോ പോകുമ്പോ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് ചെന്ന് കുത്തിരിക്കാതെ അതിന്റെ സാധാരണ രീതിയിൽ എളിയ സ്ഥാനങ്ങളിലേക്ക് നിങ്ങളുടെ നോട്ടമുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷണിച്ച ആളുകള് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള സ്ഥാനം നൽകാൻ വേണ്ടി നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രമുഖ സ്ഥാനത്തേക്ക് നിങ്ങളെ ആഗതരാക്കിയാൽ അത് നിങ്ങൾക്ക് മഹത്വം കൂട്ടും. അതുകൊണ്ട് പ്രായോഗികമായി
വേണ്ടിയുമായിട്ട് നിങ്ങളെ തന്നെ വലിയ കേമന്മാരായിട്ട് നടിച്ച് ആ തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്റെ ശിഷ്യന്മാര്, എന്റെ മക്കള്, എന്റെ ചിന്ത ഉൾക്കൊള്ളാൻ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ്. തന്നെ ഊതി വീർപ്പിക്കുന്ന ഒരു വ്യക്തിത്വം നിങ്ങളിൽ ഉണ്ടാകരുത്. ഇതാണ് അതിഥികൾക്കായിട്ട് യേശു നൽകുന്ന ഉപദേശം. എന്നാൽ യേശു പറയുന്നു, ആതിഥേയനും യേശു ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നീ ഏതെങ്കിലും തരത്തിൽ സദ്യയോ ഏതെങ്കിലും തരത്തിലുള്ള സൽക്കാരമോ നടത്തുമ്പോ നിന്റെ തലക്കനം കാണിക്കാൻ വേണ്ടി, നിന്റെ കേമത്തരം കാണിക്കാൻ വേണ്ടി, നിന്റെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയായിട്ടത് മാറ്റരുത്. നേരെ മറിച്ച് അങ്ങനെയുള്ള ആ അവസരങ്ങള് നിന്റേതായിട്ടുള്ള കടപ്പാടും നിന്റേതായിട്ടുള്ള നന്ദിയും സമൂഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് നീ അതിനെ കാണണം. അതാണ് ഉചിതമായിട്ടുള്ള രീതി എന്ന് യേശു ആതിഥേയന് നൽകുന്ന നിർദ്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നിന്റെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി സമൂഹത്തിലുള്ള ഉന്നതമായിട്ടുള്ള ആളുകളെ മാത്രം ക്ഷണിക്കുകയും നിന്റെ കുടുംബക്കാരെ മാത്രം ക്ഷണിക്കുകയും അതിൽ തന്നെ കാശ് കുറഞ്ഞ ആളുകളെ ക്ഷണിക്കാതിരിക്കുകയും എകരപ്പെട്ടവരെ മാത്രം സദ്യക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന നിന്റെ പൊങ്ങച്ചം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് അപഹാസ്യപാത്രമായി തീരും. അത് ഒരിക്കലും നിന്റെ വ്യക്തിത്വം സമൂഹത്തിന് മുമ്പില് വലുതാകാൻ ഇടവരുത്തില്ല. നിന്നെ പറ്റിയുള്ള മതിപ്പ് കുറയാനേ ഇടവരുത്തുള്ളൂ എന്ന് യേശു ആതിഥേയന് നൽകുന്ന ഉപദേശം. ഇതിൽ മലയാള പരിഭാഷയിൽ വരുമ്പോ നമ്മൾ വായിക്കും, യേശു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീ സദ്യക്ക് ക്ഷണിക്കുമ്പോ ഒരിക്കലും പ്രമുഖരെ ക്ഷണിക്കരുത്, എന്നാൽ മുടന്തരെ, കണ്ണുപൊട്ടന്മാരെ, ദരിദ്രരെ, വികലാംഗരെ മാത്രമേ ക്ഷണിക്കാൻ പാടുള്ളൂ എന്ന് യേശു പറഞ്ഞു എന്ന് ധരിക്കുന്നതിൽ അപാകതയുണ്ട്. യേശു പറഞ്ഞത് ഇതായിരിക്കാം, സത്യത്തിൽ എകരപ്പെട്ടവരെ മാത്രം നീ ക്ഷണിക്കാതെ, കുടുംബാംഗങ്ങളിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെ മാത്രം നോക്കാതെ, സമൂഹത്തിലുള്ള മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്കും കൂടെ അവസരങ്ങള് ഉചിതമായ രീതിയിൽ കൊടുക്കാനുള്ള ഒരു സന്നദ്ധ നിന്റെ ഭാഗത്തുനിന്ന് പ്രദർശിപ്പിക്കാൻ ഇടവരുന്ന ആ തരം വ്യക്തിത്വങ്ങളും ആ തരം പ്രവർത്തന ശൈലികളുമാണ് എന്റേതായിട്ടുള്ള മക്കളിൽ നിന്ന്, എന്റെ അനുയായികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് യേശു ഈ കഥയിൽ കൂടി വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ കഥയും പറഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് യേശു കടക്കുകയാണ്. ആത്യന്തികമായി ആധികാരികമായിട്ട് യേശു നടത്തുന്ന പഠനമാണത്. യേശുവിന്റെ പ്രബോധന രീതി കണ്ടു. ആദ്യം അതിനൊരു അവസരം യേശു കണ്ടു. ആ അവസരത്തിനനുസരിച്ച് യേശു ഉടനെ തന്നെ ഒരു കഥ പറയുന്നു. ആ കഥയിൽ കൂടെ നടത്തേണ്ടതായിട്ടുള്ള എക്കാലവും നിലനിൽക്കുന്ന ആധികാരികമായ പഠനത്തിലേക്ക് യേശു കടന്നു വരികയാണ്. എന്താണ് ഈ പഠനം? പഠനം ഇതാണ്: തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇതാണ് എക്കാലവും പ്രസക്തമായിട്ടുള്ള പഠനം യേശു നടത്തുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. എന്റെ മക്കള്, എന്റെ അനുയായികൾ മനസ്സിലാക്കിയെടുക്കേണ്ട യാഥാർത്ഥ്യമാണത്. ഈ യാഥാർത്ഥ്യം പ്രകൃതിയിൽ നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയാൽ കാണാം. എല്ലാ സ്ഥലത്തും ഈ സത്യം യാഥാർത്ഥ്യീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഫലവൃക്ഷങ്ങൾ നട്ടു നനച്ചുണ്ടാക്കുന്നു, അത് വളർന്നു വരുന്നു, അതിന്റെ സമയത്ത് അത് കായ്ക്കുന്നു, അതിന് ധാരാളം കായ്ഫലങ്ങൾ ഉണ്ടാകുന്നതിന്റെ തോതനുസരിച്ച് അതിന്റെ ശിഖരങ്ങള് കീഴോട്ട് താന്നു വരുന്നു. എന്തുമാത്രം ഫലങ്ങള് ആ വൃക്ഷത്തിൽ ഉണ്ടാകുന്നുവോ അതിന്റെ തോതനുസരിച്ച് അതിന്റെ ശാഖകള് താഴത്തോട്ട് തൂങ്ങി വരുന്നു. എന്താണിത് കാണിക്കുന്നത്? പ്രകൃതിയിൽ തന്നെ ഫലപ്രദമായിട്ടുള്ളൊരു ജീവിതത്തിന്റെ ആ രീതി കാണിച്ചു തരികയാണ്. ആ മരം ഫലപ്രദമായി തീർന്നു എന്ന് വരുന്നതിന്റെ തോതനുസരിച്ച് മരത്തിന്റേതായിട്ടുള്ള ശാഖകളൊക്കെ താഴത്തേക്ക് അത് ഇങ്ങനെ കൂപ്പുകുത്തുന്നതായിട്ട് കാണാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഫലപ്രദമായിട്ടുള്ള, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാൻ, ഉപകാരം സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് വരികിൽ നല്ലത് തന്നെ, ശ്രേഷ്ഠം തന്നെ. പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങൾ
ചെറിയവരായിട്ട്, നിങ്ങൾ താഴ്മയുള്ളവരായിട്ട്, നിങ്ങൾ എളിയവരായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് യേശു നൽകുന്ന ഉപദേശത്തിന്റെ ഒരു പൊരുള്. ഇവിടെ ഈ ഉപദേശത്തിൽ രണ്ട് കാര്യങ്ങളാണ് യേശു എടുത്തു പറയുന്നത്. പ്രത്യേകം നമ്മുടെ ചിന്തയ്ക്കായിട്ട് യേശു കൊണ്ടുവരുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്റെ അനുയായികൾ എളിമയുള്ളവരാകണം, പൊങ്ങച്ചക്കാരാകരുത്. പൊങ്ങച്ചം ഒരു തരത്തിലും ക്രിസ്തീയ ആദൃശ്യം പ്രാവർത്തികമാക്കുന്നതിനെ ഉപകരിക്കുന്നതല്ല. എന്റെ മക്കൾ എപ്പോഴും എളിമയുള്ളവരാകണം. എളിമ എന്ന് പറയുന്നത് ഒരു കാപട്യമല്ല. എളിമ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു പ്രക്രിയയല്ല. അത് സത്യസന്ധമായിട്ടുള്ള രീതിയാണ്. ആ സത്യസന്ധമായിട്ടുള്ള രീതി തുറന്ന് സമ്മതിക്കുന്നതിനും തുറന്ന് പ്രദർശിപ്പിക്കുന്നതിനും ഇടവരുന്ന എളിമയുള്ളവരാകണം എന്റെ മക്കള്. അതുകൊണ്ടാണ് ഈ സത്യം നമ്മുടെ മുമ്പിലേക്ക് യേശു എറിഞ്ഞു തരുന്നത്. ഹ്യൂമിലിറ്റി ഈസ് ദി മദർ ഓഫ് ഓൾ വെർച്യൂസ് എന്ന് പറയും. എളിമ എല്ലാ സുഹൃതങ്ങളുടെയും മാതാവാണ്. എളിമയില്ലാത്തൊരു ചിന്ത, എളിമയില്ലാത്തൊരു ജീവിത ശൈലിയില് മറ്റു സുഹൃതങ്ങൾക്കൊന്നും സ്ഥാനമുണ്ടാകില്ല എന്ന സത്യം യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരികയാണ്. രണ്ടാമത്തെ കാര്യം യേശു പറയുന്നു, ഈ ആത്യന്തികമായ ആധികാരികമായ പഠനത്തിൽ യേശു ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ മക്കൾ, എന്റെ അനുയായികൾ നിസ്വാർത്ഥമതികളാകണം. സ്വാർത്ഥരഹിതമായിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന വ്യക്തികളാകണം. അവനവന്റെ കാര്യം നടത്താൻ വേണ്ടി കൗശലപൂർവം ഒരു പുണ്യം കാണിക്കുന്ന രീതിയില്, അത് സഹായമാണെന്ന് എന്നൊരു രീതിയില് കാപ്പട്യത്തോടുകൂടി കൗശലം കാണിക്കുന്ന വ്യക്തികളാകരുത് നിങ്ങൾ. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഉപകാരം വരത്താവുന്ന രീതിയില് ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഉടമകളാകണം നിങ്ങൾ. അതുകൊണ്ടാണ് യേശു നമ്മോടായിട്ട് പറയുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ധരിക്കാം, സെൽഫ്ലെസ്നെസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി ഓഫ് എ ലീഡർ. നേതൃത്വ സ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കരുതേണ്ട ഗുണം നിസ്വാർത്ഥതയാണ്. യേശു തന്റെ അനുയായികളെ ചൂണ്ടി തന്നെ പറയുന്നു മറ്റൊരവസരത്തിൽ, ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ലോകത്തിന്റെ മുമ്പില് നേതൃത്വ സ്ഥാനത്തിലേക്ക് അവരോധിതരായിട്ടുള്ള വ്യക്തികളാണ്. നേതൃത്വ സ്ഥാനം എത്രയോ വലുതോ ചെറുതോ ആകട്ടെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നേതൃത്വത്തിന്റേതായിട്ടുള്ള പദവിയിലേക്ക് കടന്നു വരും തോറും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് യേശു വളരെ ശക്തമായ രീതിയിൽ നമ്മോട് പറയുകയാണ്. അപ്പോ ആത്യന്തികമായിട്ട് രണ്ട് കാര്യങ്ങൾ യേശു നമ്മളെ പഠിപ്പിക്കുന്നു. എന്റെ രാജ്യത്തിൽ യേശു പറയുന്നു, ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവര് രണ്ട് തരക്കാരാണ്. എളിമയുള്ളവരാകണം, നിസ്വാർത്ഥമതികളാകണം. അഹങ്കാരികൾക്ക് അവിടെ സ്ഥാനമില്ല, സ്വാർത്ഥമതികൾക്കും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ജീവിതത്തില് കൈത്തക്കാലം ആരംഭിക്കുന്ന വളർച്ചയുടെ കാലഘട്ടം തുടക്കം കുറിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട യാഥാർത്ഥ്യം, നമ്മുടെ അനുദിന ജീവിതത്തിലെ എളിയ ചിന്ത ഉണ്ടാകുക, സ്വാർത്ഥരഹിതമായിട്ട് പെരുമാറാനുള്ള ഒരു അഭിനിവേശം ഉണ്ടാകുക. ഇത് രണ്ടും നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ള ഉറപ്പോടുകൂടെ, നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തോടുകൂടെ നാം ഈ വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരാം.